ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടും ഇടുക്കിയിൽ BLOമാരുടെ അവധി അപേക്ഷ പരിഗണിക്കാതെ ജില്ലാ വരണാധികാരി. സർക്കാർ ഡോക്ടറുടെ മെഡിക്കൽ റിപ്പോർട്ട് നൽകിയിട്ടും ജോലിയിൽ തുടരണമെന്നായിരുന്നു നിർദ്ദേശം. സാങ്കേതിക പ്രശ്നമാണ് അവധി പരിഗണിക്കാത്തതിന് കാരണമെന്നായിരുന്നു ജില്ലാ വരണാധികാരിയുടെ മറുപടിയെന്ന് BLO പറയുന്നു. ഞാനിപ്പോ 5 ദിവസത്തേക്കുള്ള മെഡിക്കൽ ലീവും തുടർന്ന് ഈ പ്രവൃത്തി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് BLO ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കത്ത് കൊടുത്തിരിക്കുന്ന കളക്ടറേറ്റില്. കളക്ടറാണ് തരേണ്ടത്. പക്ഷെ അത് അവിടെ നിന്ന് അനുവദിക്കാത്തത് മൂലം നമ്മളെ പിന്നെയും തുടർന്ന് ചെല്ലാൻ ബാക്കി SIRന്റെ ബാക്കി നടപടികൾക്ക് വേണ്ടി ചെല്ലണം എന്നും പറഞ്ഞ് നമ്മളെ വിളിക്കുന്നുണ്ട്. നമുക്ക് ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇത് വളരെ എന്നാ പറയുന്നത്, ഞങ്ങൾക്ക് പുതിയതായിട്ട് ഇനി കളക്ഷൻ സെന്റർ ഇടുന്നുണ്ട്, അവിടെ ചെന്ന് ഇരിക്കണമെന്ന് പറഞ്ഞു. ഡോക്ടർ നമുക്ക് 5 ദിവസത്തെ പൂർണ്ണ വിശ്രമത്തിന് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ഇത് തന്നിട്ടുണ്ട്, ലീവിന് വേണ്ടിയിട്ടുള്ള നമുക്ക് ഒപ്പിട്ട് തന്നിട്ടുണ്ട് ഗവൺമെന്റ് ഡോക്ടർ. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അമൃതയില് ബാക്കി ചെക്കപ്പിന് വേണ്ടിയൊക്കെ പോവുകയും വേണം. ഇവര് കളക്ടറുടെ ഓർഡർ വരുന്നതിന് ഇത്രയും കാലതാമസം എടുപ്പിക്കുകയും നമ്മുടെ പ്രവൃത്തികൾ ചെയ്തോ എന്നുള്ള വെരിഫിക്കേഷനും അവരുടെ അങ്ങനെയുള്ള നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്, നല്ല പ്രഷർ ഉണ്ടായിരുന്നു. രാഹുൽ വിജയൻ വിവരങ്ങൾ ചെയ്യുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. സാധാരണഗതിയിൽ അത്തരം രോഗാവസ്ഥ സർട്ടിഫൈ ചെയ്യുന്നത് സർക്കാർ ഡോക്ടർ തന്നെയാണ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് കൊണ്ടാണല്ലോ. അതിൽ വരണാധികാരി കാണുന്ന സാങ്കേതിക പ്രശ്നം എന്താണ് രാഹുൽ? ഹാഷ്മി, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടും ഈ അവധി പരിഗണിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവർ പറയുന്ന ന്യായമായിട്ടുള്ള കാര്യമാണ്. കാരണം അവരുടെ കാലിന് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട്, അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ BLO ജോലി എന്ന് പറയുമ്പോൾ, ഈ SIRന്റെ ജോലി എന്ന് പറയുമ്പോൾ പല വീടുകളിലും നടന്നു തന്നെ പോകേണ്ടതുണ്ട്. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം കുന്നും മലയും ഒക്കെ കയറി വേണം ഇവർക്ക് ഈ ഓരോ വീടുകളിൽ എത്തുന്നതിനും ഈ ഫോം ഒക്കെ പൂരിപ്പിക്കുന്നതിനും ഒക്കെ വേണമെങ്കിൽ കുന്നും മലയും ഒക്കെ കയറി നടക്കണം. പക്ഷേ അത്തരം ജോലിയിൽ ഏർപ്പെടുന്നതിനുള്ള ബുദ്ധിമുട്ട് അവർക്ക് ശാരീരികമായിട്ടുണ്ട്, വലിയ തരത്തിലുള്ള പ്രതിസന്ധി അവർ നേരിടുന്നുണ്ട് എന്ന് പറഞ്ഞ് അവധി അപേക്ഷ നൽകിയിട്ടും വരണാധികാരി അത് എന്തുകൊണ്ട് കാണുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഇത്തരം ഒരു അവധി അപേക്ഷ സാധാരണ നമ്മളൊക്കെ അവധി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മെഡിക്കൽ അവധിയാണ് എങ്കിൽ അതിന്റെ ഒരു പരിഗണന നമുക്ക് കിട്ടാറുണ്ട്. ആദ്യത്തെ ദിവസം അവധി കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചിലപ്പോൾ നമ്മൾ ആ ജോലിക്ക് ചെന്നില്ലെങ്കിലും പ്രശ്നമുണ്ടാവില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നിർബന്ധമായിട്ടും നിങ്ങൾ ജോലിക്ക് വന്നേ പറ്റുകയുള്ളൂ. നിങ്ങളുടെ അവധി അപേക്ഷ ഒരു തരത്തിലും പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് മേലുദ്യോഗസ്ഥർ പറയുന്നത്. കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് അവർ പോകുന്നു എന്നുള്ളതാണ് ഇവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഇവർ ഈ ജോലിയിലേക്ക് വന്നത് തന്നെ വലിയ മാനസിക ബുദ്ധിമുട്ടോടു കൂടി തന്നെയാണ്. ഒരു തരത്തിലും ഇവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ളൊരു ജോലിയായിരുന്നു ഇത്. കാരണം ഇവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അത്തരം ഒരു ജോലി ഇവർ തിരഞ്ഞെടുത്ത് മാറിയതാണ്. പിന്നീട് ഈ ജോലിയിലേക്ക് ഇവരെ നിർബന്ധപൂർവ്വം എത്തിക്കുന്നു. പിന്നീട് ഈ ജോലിയിൽ നിന്ന് മാറാൻ ഏതെങ്കിലും വിധത്തിൽ വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ പോയി നിങ്ങൾ ഉത്തരവ് സമ്പാദിച്ചു വന്നാൽ മാത്രമേ ഈ ജോലിയിൽ നിന്ന് മാറാൻ കഴിയുകയുള്ളൂ എന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇവർ മറുപടിയായിട്ട് ഉദ്യോഗസ്ഥർ ഈ BLOമാരോട് പറഞ്ഞിരുന്നു. അതിന്റെയൊക്കെ കടുത്ത സമ്മർദ്ദത്തിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് ഇവർക്ക് വീണ്ടും ആരോഗ്യ പ്രശ്നം കലശലായത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സർക്കാർ ഡോക്ടറെ കൊണ്ട് തന്നെ, സർക്കാർ ഡോക്ടറാണ് ഇതിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്, ആ ഡോക്ടർ നിർദ്ദേശിച്ച വിധത്തിലുള്ള അവധി ഇവർക്ക് എന്തുകൊണ്ട് ഈ വരണാധികാരി നൽകുന്നില്ല എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ്. ഇനിയും ഇവർ ജോലിക്ക് ചെല്ലണം എന്നുള്ളതാണ്. കഴിഞ്ഞ 3 ദിവസമായി ഇവർ ജോലിക്ക് പോവുകയാണ്. 3 ദിവസം മുമ്പാണ് ഈ മെഡിക്കൽ അവധി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ ഇവർ വരണാധികാരിക്ക് നൽകിയത്. ഇപ്പോഴും അവർ ജോലിക്ക് പോവുകയാണ്. ഇനിയും ചെല്ലണം. സാങ്കേതിക പ്രശ്നമാണ്, അതായത് ക്ലറിക്കൽ പ്രശ്നമാണ് ഈ അവധി പരിഗണിക്കാൻ തടസ്സം എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നുള്ളതാണ് ഈ BLO നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.